പ്രിയപ്പെട്ട അമ്മമാരെ, ക്രിസ്മസിനോടനുബന്ധിച്ച് ഓരോ ദിവസവും ഓരോ ധ്യാന ചിന്തകൾ എല്ലാ അമ്മമാർക്കും നിങ്ങൾ രൂപപ്പെടുത്തി നൽകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 2025 ക്രിസ്മസ് വളരെയേറെ പ്രാധാന്യപ്പെട്ടതാണ്. മഹാജൂബിലി വർഷത്തിലെ ഈശോയുടെ തിരുപ്പിറവി ആഘോഷമാണ്. ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ദിവ്യരക്ഷകനായ ഈശോയുടെ തിരുപ്പിറവി. പക്ഷേ ഇന്ന് ഇത് ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് മാറ്റാൻ പലരും ശ്രമിക്കുക. ലോകം മുഴുവനും ഈശോയെ മാറ്റി നിർത്തി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഖേദകരമാണ്. ഈശോയാണ് ഈ ആഘോഷത്തിൻ്റെ എല്ലാം കേന്ദ്രബിന്ദു. ഈശോ ഇല്ലാതെ ഒരു ക്രിസ്മസും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ വാസസ്ഥലം ഒരുക്കുവാൻ, പിറക്കുവാൻ ഉള്ള ഒരു ഇടം നമുക്ക് ഒരുക്കാം. ആ ഹൃദയം ഈശോയ്ക്ക് അനുയോജ്യമായിട്ട് മാറ്റുകയും ചെയ്യാം. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുമ്പോൾ ഒരു ഈശോ ഇഫക്റ്റ് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രകാശമായി അവൻ വന്നു പിറന്നതുപോലെ, സകല ജനത്തിനും പ്രത്യാശ പകർന്നു നൽകുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു വലിയ പ്രത്യാശയും പ്രകാശവും ഉണ്ടാകുന്നു. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്ന ഈ മഹാജൂബിലിയുടെ ആപ്തവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകരായി നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരപ്പെടാം. ആ ജീസസ് ഇഫക്റ്റ് നമുക്ക് മറ്റുള്ളവർക്ക്, ലോകം മുഴുവനും, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മളായിരിക്കുന്ന ജോലി മേഖലയിൽ ഒക്കെ ഈ ജീസസ് ഇഫക്റ്റ്, ആ പ്രകാശം പരത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈശോ നമുക്കും മറ്റുള്ളവർക്കും ഒരു വലിയ രക്ഷ അനുഭവമായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. പൂജരാജാക്കന്മാരെ പോലെ നമുക്കും ഈശോയെ കാണാം. ഓരോ ദിവസവും നമ്മൾ ഈശോയെ കാണുവാൻ, ഈശോയെ ആരാധിക്കുവാൻ, ഈശോയെ സ്വീകരിക്കാൻ പോകുന്നുണ്ടല്ലോ. നമ്മുടെ ദേവാലയങ്ങളിലെ അൾത്താരകളിൽ ഈശോ വന്ന് പിറക്കുന്നുണ്ട്. ആ ഈശോയെ കയ്യിലെടുക്കാൻ, ആ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മംഗളങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. സ്നേഹത്തോടെ ടോമച്ചൻ.